بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. വളരെ ആശയമൂല്യമുള്ള ഒരുപാടധികം ആലോചനകളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു തീം, ഒരു വിഷയം, ഒരാശയത്തെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ CM മർകസിലെ നിങ്ങളുടെ കലാസംഗമം ഫെസ്റ്റ് നടക്കുന്നത്. ദീർഘമായി തന്നെ പലരും, നേരത്തെ സുരേന്ദ്രൻ സാറും ഇവിടെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള അതിഥികളും ഈ വിഷയത്തെ സംസാരിക്കുകയുണ്ടായി. ഈ പ്രമേയത്തെ മുൻനിർത്തി അതിൻ്റെ ആശയങ്ങളിലൂടെ സംസാരിക്കണം എന്നാണ് നേരത്തെ ആമുഖം സംസാരിക്കുമ്പോൾ എന്നോട് ആവശ്യപ്പെടുന്നത്. സഞ്ചാരത്തിൻ്റെ, യാത്രയുടെ, പലായനങ്ങളുടെ, ദേശാന്തരങ്ങളിലൂടെയുള്ള മനുഷ്യരുടെ ഗമനങ്ങളെ അത് നടന്നിരുന്നു എന്നും അത് സംഭവിച്ചിരുന്നു എന്നും അത് നമ്മുടെ ചരിത്രമാണ് എന്നും പറഞ്ഞു പോകുന്നതിലപ്പുറം അതുയർത്തുന്ന ദാർശനികമായ ആലോചനകളെ നമ്മുടെ ഉള്ളിലേക്ക് ഈ യാത്രകളും സഞ്ചാരങ്ങളും ഉയർത്തിവിടേണ്ട ചിന്തകളെ പറഞ്ഞു പോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് യാത്രകൾ സംഭവിക്കുന്നു എന്നും എന്തുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നും ആലോചിക്കുന്ന സമയത്ത് മനുഷ്യൻ എന്ന ആശയം പൂർണ്ണമാകുന്നതിൻ്റെ വളരെ ജൈവികമായ ഒരു തുടർച്ചയായി നമുക്കതിനെ കാണാൻ പറ്റും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുന്നവനെയും യാത്ര ചെയ്യാതിരിക്കുന്നവനെയും ഉപമിക്കുന്നത് കെട്ടിനിൽക്കുന്ന വെള്ളത്തോടും ഒഴുകുന്ന പുഴയോടുമാണ്. ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന വെള്ളം അത് അനുദിനം നവീകരിക്കപ്പെടുകയും പുതിയ ഭൂമികൾ, പുതിയ അതിരുകൾ, പുതിയ ദേശങ്ങൾ, പുതിയ തീരങ്ങൾ, അങ്ങനെ പുതുമയെ തേടി സഞ്ചരിക്കുകയും അതിലേക്ക് കയറി വരുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുകയും നന്മകളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ അനേകം തീരങ്ങളിലേക്ക് നനവ് പടർത്തി, പച്ചപ്പ് പടർത്തി, വികസനമുണ്ടാക്കി മുന്നേറുന്ന ഒഴുകുന്ന വെള്ളത്തെയും കെട്ടിനിൽക്കുന്ന, അനങ്ങാതിരിക്കുന്ന, അനക്കമറ്റുപോയ, ചലനങ്ങളില്ലാത്ത, അനുദിനം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന, കട്ടി കൂടിക്കൂടി വരുന്ന, ദുർഗന്ധപൂരിതമാകുന്ന കെട്ടുവെള്ളത്തെയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തെയും ഉപമിക്കുന്നുണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ സഞ്ചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യന്റെ ശരീരത്തിന്റെ സഞ്ചാരങ്ങളെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ആ സഞ്ചാരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ സംഭവിക്കുന്ന ആശയസഞ്ചാരങ്ങളെ കുറിച്ച്, വൈജ്ഞാനിക സഞ്ചാരങ്ങളെ കുറിച്ച്, നമ്മുടെ ചിന്താസഞ്ചാരങ്ങളെ കുറിച്ച്, ആലോചനകളുടെ നമ്മൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന വ്യത്യസ്ത ആശയങ്ങളുടെ സഞ്ചലനത്തെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കണം എന്നതിനെ കുറിച്ച് ഷാഫി ഇമാം തന്നെ പറയുന്നുണ്ട്.
തഗറബ അനിൽ ഔത്താനി ഫീ തലബിൽ ഉലാ. നാട് വിട്ടു പോകണം. ഔന്നിത്യം ആഗ്രഹിക്കുന്ന ആളുകൾ നാട് വിട്ടു പോകണം എന്ന് ഷാഫി ഇമാം തന്റെ കവിതയിൽ പറയുന്നുണ്ട്. ഫഫിൽ അസ്ഫാരി ഖംസു ഫവായിദിൻ. അങ്ങനെ യാത്ര ചെയ്യുന്നവൻ അവനുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് ആത്യന്തികമായി ഒരു പ്രബോധകൻ, ഒരു സംഘടനാ പ്രവർത്തകൻ, ഒരു സംഘാടകൻ, അവന്റെ സഞ്ചാരം, ഞാൻ ഈ സഞ്ചാരം എന്ന് പറയുന്നത് നിങ്ങളൊരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക്, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്കുള്ള ദീർഘമായ ഗമനത്തെ കുറിച്ച് മാത്രമല്ല. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഇപ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് വന്നത് ഒരു പറിച്ചു നടലാണ്. നിങ്ങളുടെ കുടുംബത്തെ മാറ്റിവെച്ചുകൊണ്ട്, നിങ്ങളുടെ പരിസരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, നിങ്ങളുടെ ഗ്രാമത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് തന്നെ ഓരോ ദിവസവും സ്കൂളിലേക്ക് ബസ് കയറുന്നത് അത് മറ്റൊരു സഞ്ചാരമാണ്. ആ യാത്രകളിലുടനീളം നമ്മൾ ചില ആഭ്യന്തര സഞ്ചാരങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ അകം കൊണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, നമ്മുടെ ഓർമ്മകൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്. ബസ്സിലിരിക്കുന്ന സമയത്ത്, വാഹനത്തിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ മൗനിയായി നിശബ്ദനായി ഇരിക്കുകയല്ലല്ലോ ചെയ്യുക. നിശബ്ദത എന്ന വാക്ക് പോലും ഒച്ചയുമായി ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ സമയത്ത് ആലോചനാ നിമഗ്നനായിരിക്കും. നമ്മുടെ ദേശങ്ങളെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മുടെ കൂട്ടുകാരെ കുറിച്ച്, നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ പഠനത്തിലൂടെ, അത് മറ്റൊരു സഞ്ചാരമാണ്. പുസ്തകങ്ങളിലൂടെയുള്ള സഞ്ചാരം, വായനകളിലൂടെയുള്ള സഞ്ചാരം, ആലോചനകളിലൂടെയുള്ള സഞ്ചാരം. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ഇരിക്കുകയല്ല, പാഠപുസ്തകങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഈ സംഭാഷണം കേൾക്കുന്ന സമയത്ത്, ഒരു പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം സഞ്ചരിക്കുകയാണ്. അവിടെ ഒതുങ്ങി നിൽക്കുന്ന, നിങ്ങൾക്ക് ഈ നിൽക്കുന്ന ഈ റൂമിന്റെ സൗന്ദര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല നിങ്ങളുടെ ആലോചനകൾ. നിങ്ങളിപ്പോൾ ഈ കർട്ടനുകളല്ല കാണുന്നത്. ഞാൻ സഞ്ചാരത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വാഹനങ്ങളാണ്, നിങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങൾ. ഞാൻ നിങ്ങളുടെ ആലോചനാ സഞ്ചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ്, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ഒരു വിദ്യാർത്ഥിയുടെ സഞ്ചാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലോചനയിലൂടെയുള്ള സഞ്ചാരം, സ്വപ്നങ്ങളിലൂടെയുള്ള സഞ്ചാരം, നാളെ ഞാൻ ആരാവണമെന്ന ആഗ്രഹത്തിലേക്കുള്ള സഞ്ചാരം. ആ സഞ്ചാരത്തിൽ നിന്നാണ് നമ്മൾ അറിവന്വേഷണങ്ങൾ തുടങ്ങുന്നത്. ആ സഞ്ചാരത്തിൽ നിന്നാണ് നമ്മുടെ ഉടലിന്റെ സഞ്ചാരം ആരംഭിക്കുന്നത്. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ സഞ്ചാരം ആരംഭിക്കുന്നത്. ഒരു ഒരു വീട്ടിൽ നിന്ന്, ഏറ്റവും പ്രാഥമികമായി സ്വന്തം വീട്ടിൽ നിന്ന് പഠനം ആരംഭിക്കുന്ന ഒരു കുട്ടി, അവിടെ നിന്ന് അവന്റെ ജീവിത സഞ്ചാരം ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. വളരെ രസകരമാണ് മനുഷ്യൻ എന്ന ജീവിയുടെ ജീവസഞ്ചാരം. ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങുന്ന സഞ്ചാരം, ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങുന്ന സഞ്ചാരം, അവിടെ നിന്ന് നേടുന്ന വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ. ആ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവൻ സഞ്ചരിക്കുന്നുണ്ട്, അവന്റെ ഉടലിൽ സഞ്ചരിക്കുന്നുണ്ട്. പിന്നീട് ജനനമുണ്ടാകുന്നു. നമ്മൾ ജനനം എന്ന് പറയുന്ന ആ സാങ്കേതിക പ്രക്രിയ ഉണ്ടാകുന്നു. ശരിക്കും മനുഷ്യന്റെ ജീവിതത്തിൽ കുറെ രസകരമായ സന്ദർഭങ്ങളുണ്ട്. നിങ്ങളുടെ ആരോടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ജനന തീയതി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുണ്ടാകുന്ന ഉത്തരം നിങ്ങൾ പ്രസവിച്ചു വീണ ദിവസമായിരിക്കും. അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? പ്രസവിച്ചു വീണ ദിവസമായിരിക്കും. എന്നാൽ ആധുനിക സങ്കേതങ്ങൾ വികസിച്ച ഒരു കാലത്ത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല മനുഷ്യൻ. അങ്ങനെ പറയണോ? നിങ്ങളെന്ന അസ്തിത്വം രൂപപ്പെട്ടത് എന്നത് വളരെ കൃത്യമായി ഡയഗ്നോസ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ദിവസമായി എന്ന് വളരെ കൃത്യമായി സ്കാൻ ചെയ്ത് പറഞ്ഞു തരും. എത്ര ദിവസമായി, എത്ര മണിക്കൂറുകളായി, എത്ര മിനിറ്റുകളായി.
നിങ്ങളെന്ന ആ ഒരു സിക്താണ്ഡം രൂപപ്പെട്ട് വന്നിട്ട് ഒരു സൈഗോട്ടായി ഒരു മനുഷ്യജന്മത്തിന്റെ ഏറ്റവും പ്രാഥമിക തലത്തിലേക്ക് നിങ്ങൾ രൂപപ്പെട്ട് വന്നിട്ട് എത്ര കാലമായി എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തരും. എന്നിട്ടും മനുഷ്യൻ ഇന്നും ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ പറയുന്നില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു 9 മാസമെങ്കിലും മുന്നെയാണ് നമ്മുടെ യഥാർത്ഥ ജനന തീയതി. പക്ഷെ മനുഷ്യനത് പറയുന്നില്ല. മനുഷ്യ ജീവിതമെന്ന സഞ്ചാരത്തിന്റെ ആത്മീയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിന്റെ സൗന്ദര്യം ബോധ്യപ്പെടും. നമ്മുടെ സഞ്ചാരത്തിന്റെ യഥാർത്ഥ തുടക്കമുണ്ടാകുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്ന് നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഓതാറുണ്ട്. വലിയ ഉസ്താദുമാരൊക്കെ അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത്, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ മൗത്തിന് ശേഷം ഹയാത്തിനെ പറയുന്നത്? ശരിക്കും തിരിച്ചാണല്ലോ പറയേണ്ടത്. ജീവിതത്തെക്കുറിച്ച് പറയുകയും പിന്നീട് മരണത്തെക്കുറിച്ച് പറയുകയാണല്ലോ വേണ്ടത്. ആദ്യം ജീവിതം ഉണ്ടാകുന്നു, പിന്നീട് മരണം ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ ബോധ്യം. പിന്നീട് എന്തുകൊണ്ടാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്ന പ്രയോഗം ഉണ്ടാകുന്നത് എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് യാഥാർത്ഥ്യം അങ്ങനെയല്ല, മരണമാണ് ആദ്യം ഉണ്ടാകുന്നത്, മരണാനന്തരമാണ് ജീവിതം ആരംഭിക്കുന്നത് എന്നാണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടിയാണ് അവന്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതെന്താണ്? ഇതൊരു പ്രീ ലൈഫ് പീരീഡ് ആണ്. ജീവിതത്തിന് മുമ്പേയുള്ള മുന്നൊരുക്കങ്ങളുടെയും ആലോചനകളുടെയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു കാലഘട്ടമാണ് മനുഷ്യന്റെ ഭൂലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. ഞാനതിലേക്ക് ഇങ്ങനെ ദീർഘമായി പോവുകയല്ല. നമ്മുടെ ജീവിത സഞ്ചാരത്തിന്റെ ആത്മീയമായ തലങ്ങളിലേക്ക് പോകുമ്പോ ശരിക്കും നമുക്കതിന്റെ സൗന്ദര്യം ബോധ്യപ്പെടും. മരിച്ചു ചെന്നാലുള്ള ലോകത്തെക്കുറിച്ച്, വരാനുള്ള ലോകത്തെക്കുറിച്ച്, വരാനുള്ള കാലത്തെക്കുറിച്ചുള്ള ആലോചനകളാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ സഞ്ചാരത്തെ, അവന്റെ യാത്രകളെ നിർണയിക്കുന്നത്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ദീർഘമായ യാത്രകൾക്ക് ശേഷമാണ് മദീനയിലേക്ക് വരുന്നത്. ചരിത്രത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു ആദ്യം ഒരു മജൂസിയായിരുന്നു, സൂര്യാരാധകനായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ദീർഘമായി യാത്ര ചെയ്യുന്നു. ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രകളാണ്. ആ യാത്രകൾക്കിടയിൽ പലരെയും കണ്ടുമുട്ടുന്നു, പല പുരോഹിതന്മാരെ കണ്ടുമുട്ടുന്നു. അവസാനം ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യുന്നു. ആ യാത്രയുടെ ഒടുക്കമാണ് മദീനയിലേക്ക് സൽമാൻ റളിയല്ലാഹു അൻഹു എത്തുന്നത്. ചരിത്രത്തിലുടനീളം നമുക്ക് സമാനമായ യാത്രകൾ കാണാം. ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാതെ, ജീവിതത്തിന്റെ പൊരുൾ അറിയാതെ, ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നറിയണം, അതിന്റെ പൊരുൾ എന്താണെന്ന് അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിതമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ലോകത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ ഒറിജിനായ വ്യത്യസ്ത മതങ്ങളെ നമ്മൾ ഈ ഘട്ടത്തിൽ പരിചയിക്കുന്നുണ്ട്. നമ്മൾ ഈ സഞ്ചാരികളുടെ ലോകത്ത് കൂടെ കടന്നു പോകുമ്പോ അവിടെ നമുക്ക് സിദ്ധാർത്ഥനെ കാണാം, ശ്രീബുദ്ധനെ കാണാം. മനുഷ്യന്റെ ദുഃഖങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥൻ യാത്ര പുറപ്പെടുന്നത്. എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? മനുഷ്യരുടെ ദുഃഖങ്ങൾക്ക് അറുതി എങ്ങനെയാണ് ഉണ്ടാവുക എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജകൊട്ടാരം വിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. സമാനമായി ഇന്ത്യൻ ഐതിഹ്യങ്ങളിലൊക്കെ നമുക്ക് സമാനമായ യാത്രകൾ കാണാൻ പറ്റും. പല യാത്രകളും യാഥാർത്ഥ്യങ്ങളിലേക്ക്, യഥാർത്ഥ പൊരുൾ തിരിച്ചറിയുന്നിടത്തേക്ക് എത്തുന്നു. പല യാത്രകളും പൊരുളറിയാതെ അവസാനം സ്വന്തം ബോധ്യങ്ങളെ അവിടേക്ക് അവസാനം എത്തിപ്പെടുകയും സ്വന്തം ബോധ്യങ്ങളിൽ തന്റെ ആലോചനകൾ പരിമിതപ്പെടുത്തുകയും അതൊരാശയമായി ജനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ലോകത്ത് വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബുദ്ധമതം ഉണ്ടാകുന്നത്, കൺഫ്യൂഷനിസം ഉണ്ടാകുന്നത്, ജൈനമതം ഉണ്ടാകുന്നത്, സിഖ് മതം ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെയും നമ്മൾ പൊരുളു തേടിയുള്ള യാത്രകളെ നമുക്ക് കാണാൻ പറ്റും. ഈ പൊരുളു തേടിയുള്ള യാത്രയിൽ യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ എത്തുന്നു. ചിലപ്പോഴൊക്കെ വഴിയിൽ മനുഷ്യനിങ്ങനെ അവന്റെ ബുദ്ധിക്കുമേതെ, അവന്റെ വിവേകത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയാതെ, യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താതെ വഴിയിടറി പോകുന്നു. ഇവിടെയാണ് മുസ്ലിം എന്ന ആശയത്തിൽ
ഇസ്ലാം എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്രകളുടെ ആന്തരിക സൗന്ദര്യത്തെ തിരിച്ചറിയേണ്ടത്. സത്യമറിയാനുള്ള, പൊരുളറിയാനുള്ള, വാസ്തവം അറിയാനുള്ള, യാഥാർത്ഥ്യം അറിയാനുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യാത്രകൾ. ആ യാത്രകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമ്മളിപ്പോഴും നമ്മുടെ ആയുസ്സിനെ കുറിച്ച് വിലപിക്കുന്നുണ്ട്, നമ്മുടെ രോഗങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് എത്ര വയസ്സായി എന്ന് നമ്മൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ വയസ്സ് ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമായിരിക്കും. എത്ര കാലം, അനന്തകാലത്തേക്ക് വേണ്ടിയുള്ള ഒരു സഞ്ചാരം, അറ്റമില്ലാത്തൊരു സഞ്ചാരം, അതിരില്ലാത്തൊരു സഞ്ചാരം, ഒരു ലക്ഷ്യസ്ഥാനം, ഡെസ്റ്റിനേഷൻ നിർണയിക്കപ്പെടാത്തൊരു സഞ്ചാരം. ആ സഞ്ചാരം അനന്ത സൗഭാഗ്യങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരം. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രചോദനം. ആ സഞ്ചാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഭൂമിയിലെ സഞ്ചാരങ്ങളെല്ലാം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അറിഞ്ഞ സത്യത്തെ, അറിഞ്ഞ യാഥാർത്ഥ്യത്തെ ഇനിയും അറിയാത്ത മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കണമെന്ന ജീവിത ദൗത്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. ആ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സഞ്ചാരങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ഷാഫി ഇമാം തുടർന്ന് പറയുന്നുണ്ട്, തഫറുജു ഹമ്മിൻ, അവന്റെ വ്യാകുലതകളിൽ നിന്ന് മോചനം ലഭിക്കും. ടെൻഷൻ ഇല്ലാത്ത നമ്മൾ യാത്രകൾ പോകുമ്പോ, നമ്മൾ ടൂറ് പോകുമ്പോ സ്വാഭാവികമായും നമ്മുടെ പ്രായത്തിലൊക്കെയുള്ള ആളുകളുടെ ടൂറിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കാഴ്ചകൾ കാണാനാണ്. കാഴ്ചകൾ കാണുക എന്നതൊരു തെറ്റായ കാര്യമല്ല. ടൂർ പോകണം, ട്രിപ്പുകൾ പോകണം, ഫാമിലിയോടൊപ്പം സഞ്ചരിക്കണം. വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാര്, പെങ്ങന്മാര്, നമ്മുടെ ഭാര്യമാരടക്കമുള്ള നമ്മുടെ കുടുംബത്തെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് തന്നെ ട്രിപ്പുകൾ പോകണം, സഞ്ചരിക്കണം. നമ്മൾ ആ സഞ്ചാരത്തിലുടനീളം നമ്മൾ അറിവന്വേഷണങ്ങൾ നടത്തണം. ചുറ്റും കാണുന്ന കാഴ്ചകൾ, അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ, സൃഷ്ടിപ്പിന്റെ സൗന്ദര്യങ്ങൾ, അതാണല്ലോ നമ്മൾ കാണുന്ന എല്ലാ പ്രകൃതി സൗന്ദര്യങ്ങളും. നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടങ്ങൾ, നമ്മൾ കാണുന്ന പുഴകൾ, നദികൾ, ഈ പ്രകൃതിയുടെ മനോഹാരിതകൾ. ആ മനോഹാരിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ മനസ്സിന് കുളിർമയുണ്ടാകും. അതാണ് ഷാഫി ഇമാം ഇവിടെ സൂചിപ്പിക്കുന്നത്. വക്തിസാബു മഈശത്തിൻ, അതൊരു വിശാലമായ ഏരിയയാണ്. എങ്ങനെയാണ് ഗൾഫ് ബൂം ഉണ്ടാകുന്നത്? കേരളത്തിലെ മുസ്ലിംകളുടെ വൈജ്ഞാനികമായ വളർച്ചയ്ക്ക് പോലും ഒരുപക്ഷെ ഇന്നിവിടെ ഈ സ്ഥാപനം നടക്കുന്നത്, ഇന്നിവിടെ ഇത്രയും അധികം മുത്തഅല്ലിമുകൾ ഇവിടെ ഉണ്ടാകുന്നത്, ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കുന്നത്, ഇങ്ങനെ മനോഹരമായി ഇവിടെ അലങ്കരിക്കാൻ കഴിയുന്നത് ഇന്നലകളിൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ വലിയൊരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യരുടെ സഞ്ചാരങ്ങളുടെ തുടർച്ചയാണ്. ഗൾഫ് മണിയുടെ ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ വലിയ പോസിറ്റീവായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ, ആ യാത്രകളെ, ജോലി തേടിയുള്ള സഞ്ചാരങ്ങൾ, തൊഴിലന്വേഷിച്ചുകൊണ്ടുള്ള സഞ്ചാരങ്ങൾ, ആ സഞ്ചാരങ്ങൾ, അതിൽ നിന്നുണ്ടായ ധനസമാഹരണത്തിൽ നിന്നുണ്ടായ നമ്മുടെ സാമ്പത്തികമായ പുരോഗതിയിൽ നിന്നുണ്ടായ ഒരു മാറ്റം, ആ മാറ്റത്തെ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് ഉപയോഗിച്ചു നമ്മുടെ പണ്ഡിത സമൂഹം. കേരളത്തിലെ നമ്മുടെ പ്രാസ്ഥാനിക മുന്നേറ്റങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം അഭിവന്ദരായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ നവോത്ഥാന മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ വൈജ്ഞാനിക പുരോഗതിയിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നതാണ്. അങ്ങനെയാണ് കേരളത്തിലുടനീളം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളിലും സ്ഥാപനങ്ങളുണ്ട്. അത് മദ്രസകളാവാം, പള്ളികളാവാം, ദഅവാ കോളേജുകളാവാം, അങ്ങനെ തുടങ്ങി വൈജ്ഞാനിക സ്ഥാപനങ്ങൾ ഈ രാജ്യത്തുടനീളം പടർന്നു പന്തലിച്ചത് ഈ സമൂഹത്തിൽ നേടുന്ന സാമ്പത്തികമായ പുരോഗതിയെ എങ്ങനെയാണ് വൈജ്ഞാനിക പുരോഗതിക്ക് വേണ്ടി വഴിതിരിച്ചു വിടുക എന്ന പണ്ഡിത സമൂഹത്തിന്റെ ആലോചനകളുടെ പരിണതിയായിരുന്നു. സ്ഥാപനങ്ങൾ വ്യാപിക്കുക എന്നത് ഇന്ന് നമുക്ക് ഒരു തമാശയായി മാറിയിട്ടുണ്ട്, അല്ലേ? അവിടെ ഒരു സ്ഥാപനമുണ്ട്, അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വേണം. അവിടെയുള്ള ദഅവാ കോളേജാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെയും ദഅവാ കോളേജ് ആരംഭിക്കാം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവിടെ നിന്ന് മാറ്റങ്ങൾ കണ്ടുവരുന്നു. അതും ഒരു വളരെ പോസിറ്റീവായ ഒരു ചേഞ്ചാണ്. ഒരുപക്ഷെ നമ്മുടെ ദഅവാ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫെസ്റ്റുകൾ,
ഇത് ആകസ്മികമായി ഇവിടെ തെന്നലയിൽ നടന്ന ഒരു ഫെസ്റ്റ് അല്ല. കേരളത്തിലുടനീളം എല്ലാ ദവാ കോളേജുകളിലും ഇത് ഫെസ്റ്റ് സീസണാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഫെസ്റ്റ് സീസണാണ്. ഈ ഫെസ്റ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഫെസ്റ്റുകൾ കുറെ കൂടി വൈജ്ഞാനികമാകുന്നു. ഇന്നിവിടെ സഞ്ചാരം എന്നൊരാശയത്തെ തീമായി സ്വീകരിക്കുന്നു. യാത്രകളെ കുറിച്ച് പറയുന്നു. അവൻ അവിടെ പോയി, മറ്റയാൾ അങ്ങോട്ട് പോയി എന്ന് പറയാനല്ലല്ലോ നമ്മൾ ഈ തീം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ ദാർശനിക സൗന്ദര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണം നമ്മൾ. അതിൽ നിന്നൊരാശയം ഇത് കേൾക്കുന്ന ആളുകൾക്ക് ലഭിക്കണം. ഇവിടെയുള്ള മുത്തഅല്ലിമുകൾക്ക് അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ കൃത്യമാണ്. ഇത് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാന വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഇന്നത്തെ ഫെസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന യഥാർത്ഥത്തിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ ആശയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ഒരു ആലോചന കൂടിയാണിത്. ദഅ്വ കോളേജ് എന്ന ആശയത്തിൽ ഒരു വ്യക്തത നമുക്ക് വരേണ്ടതുണ്ടല്ലോ. എന്താണ് ദഅ്വ കോളേജ്? അറബി കോളേജുകളിൽ നിന്ന് ദഅ്വ കോളേജിലേക്ക് ഉണ്ടായ മാറ്റം എന്താണ്? ശരീഅത്ത് കോളേജിൽ നിന്ന് ദഅ്വ കോളേജിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഒരു ദാഇയെ രൂപപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു ശരീഅത്ത് കോളേജിൽ നിന്ന് മാറ്റമാകുന്നത്? ഒരു ദാഇക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ കൂടിയാവുന്നു എന്നത് എങ്ങനെയാണ് ഒരു 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 ദർസ് സിസ്റ്റത്തിൽ നിന്നുള്ള മാറ്റമാകുന്നത്? ഇത് കേവലം പേരുകൊണ്ടുള്ള മാറ്റം മാത്രമല്ല, ഇത് ഒരു ഒരു വൈജ്ഞാനികമായ പുരോഗതിയുടെ ഒരു വലിയ വിപ്ലവത്തിന്റെ തുടക്കം കൂടിയാണ്. നമുക്കിനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ആ സഞ്ചാരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്താകാം, നമുക്കിടയിലുള്ള മനുഷ്യർക്കിടയിലേക്കാകാം. വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ പരിസരങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ പരിസരങ്ങളിലേക്ക് കൂടി നമ്മൾ സഞ്ചരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി കുറെ വൈകി, സാധാരണ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോ ഒക്കെ വൈകും. അങ്ങനെ കഴിഞ്ഞ ദിവസം വൈകി വീട്ടിലെത്തുമ്പോ അവിടെ എന്റെ രണ്ട് മക്കളും സഹറത്തുൽ ഖുർആൻ എന്താണ് പറയാ, കോളേജ് എന്നല്ലല്ലോ പറയാ, സ്കൂള്, പ്രീ സ്കൂളിലാണ് പഠിക്കുന്നത്. ചെറിയ മക്കളാണ്, 5 വയസ്സുള്ള ചെറിയ മക്കൾ. ഫെസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ പോവണല്ലോ കാണാൻ. പക്ഷെ എനിക്കന്ന് പോകാൻ കഴിയില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ അവർക്കൊരു ഓഫർ വെച്ചു, പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നാൽ എന്റെ വക വേറൊരു സമ്മാനം ഉണ്ടാകും. പറയാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ചു പോകുന്ന വഴിയാണ് സമ്മാനം വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പൊ സമയം ഏതാണ്ട് 1 മണിയായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തുറക്കുന്ന ഒരു കടയുണ്ട് വടകര കഴിഞ്ഞ് വില്യാപ്പള്ളിക്കടുത്ത്. ഞാൻ അവിടെ ഇങ്ങനെ കയറി നിന്നു. അവനോട് കുറച്ച് സാധനങ്ങളൊക്കെ പൊതിഞ്ഞു തരാൻ പറഞ്ഞു, എന്റെ പരിചയക്കാരനാണ്. അപ്പൊ അവനിങ്ങനെ എടുത്ത് ആ പിന്നെ ചെറിയ മക്കളാണല്ലോ, ആ കളറുള്ള ആ വർണ്ണക്കടലാസിൽ പൊതിയണ്ടേ, അങ്ങനെയാണെങ്കിൽ സമ്മാനാവും, അല്ലാതെ കൊടുത്താലൊന്നും സമ്മാനാവില്ലല്ലോ. അപ്പൊ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അതിന്റെ മുകളിൽ ആ റിബണ് കൂടി ചുറ്റി വെച്ചാലാണ് ഇത് സമ്മാനമായി തീരുക. അങ്ങനെ സമ്മാനം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറച്ച് തിരക്കൊയ്യട്ടെ എന്നുള്ള നിലക്ക് അവൻ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിടുകയാണ്. അങ്ങനെ വിടുമ്പോ അവിടെ കയറി വരുന്ന ഓരോ മിനിറ്റിലും ഓരോരുത്തർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. വരുന്നവരൊക്കെ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കൂട്ടുകാരാണ്. എന്റെയും പ്രായത്തിയിട്ടില്ല. അവര് പറയുന്ന സിഗരറ്റുകളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനൊക്കെ കരുതിയത് ഈ പുകവലിയൊക്കെ കുറെ അതൊക്കെ ഒരു ബോറൻ പരിപാടി ആയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ. നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക് അതൊരു വഷളം പരിപാടിയാണ്. പുകവലിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ, ഒരു അമ്മാവനേജ്. നമ്മുടെ ഒരു അമ്മാവനുണ്ടല്ലോ, നിങ്ങളുടെ അമ്മാവനല്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ അമ്മാവൻ സിൻഡ്രോം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കുറിച്ചാണ്. ഞങ്ങൾക്ക് അമ്മാവൻ എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രായമുള്ള ആളുകൾ. അപ്പൊ നിങ്ങളൊക്കെ പ്രായമുള്ള ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ ലോകത്താണ്, ഞങ്ങൾ പുതിയ ആളുകളാണെന്നാണ് ഞങ്ങൾ പറയാ. എന്നാൽ ഞങ്ങളൊക്കെ പ്രായമുള്ള ആളുകളാണ്, പഴഞ്ചൻ ആളുകളാണെന്നാണ് ഇവര് പറയുന്നത്. അപ്പോ അത് ആ കാലത്തുള്ള ഈ ബീഡി വലി എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പൊ ഇല്ലല്ലോ അല്ലെ. ഈ സാധു ബീഡിയും ദിനേശ് ബീഡിയും ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ സിഗരറ്റും അങ്ങനെ ഒരു കാലാരണപ്പെട്ടു പോയ പ്രക്രിയയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, പുതിയ കുട്ടികൾ ഇങ്ങനെ വന്ന് വലിക്കുകയാണ്. അത് പഴയ സിഗരറ്റും അല്ല, വേറെന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. വണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മള് ഈ പെണ്ണിനുള്ളിലുള്ള ആ പമ്പുണ്ടല്ലോ, ആ വണ്ണമൊക്കെയാണ്. ഫിൽറ്റർ എന്നൊക്കെ നിങ്ങൾ പഴയ പേരാ പറയുന്നത്, ആ പേരൊന്നല്ലേ. എന്തോ ഫിൽട്രേഷൻ എന്തോ ഉണ്ടോന്ന് അറിയില്ല. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതല്ലോ ഞാനിവിടെ പറയേണ്ടത്.
യാഥാർത്ഥ്യം പറയാണ്. ഇപ്പൊ നമ്മൾ പറയാറുള്ളത് ഇത്തരം കാര്യങ്ങൾ പിന്നെ പറയരുത് എന്നായിരുന്നു. നമ്മൾ അബ്കാരി നിയമത്തിലടക്കമുണ്ട് അല്ലേ? പക്ഷെ ഇപ്പം എപ്പോഴും പത്രത്തിൽ MDMA എന്ന് കാണാം. ഈ പിടിച്ച പിന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഒന്നും പേരിങ്ങനെ പറയരുത് ഉള്ളതാണ് അബ്കാരി നിയമം. പക്ഷെ അത് കാലം മാറിയിരിക്കുന്നു, എല്ലാവർക്കും അറിയാം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഈ പ്രതിരോധം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം, അത് നമുക്ക് കഴിയും. നമുക്ക് ലഹരി അകത്തുണ്ട്. അകത്ത് ലഹരിയുള്ളവൻ എന്തിനാണ് പുറത്ത് ലഹരി അന്വേഷിക്കുന്നത്? നമുക്കിതാണ് ലഹരി. മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുക. സംഘടന ലഹരിയാവുന്നത് അപ്പോഴാണ്, പഠനം ലഹരിയാവുന്നത് അപ്പോഴാണ്. പഠിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുക. പഠനം തന്നെയാണ് സംഘടനാ പ്രവർത്തനം. SSF നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പഠനത്തിന് തടസ്സമാകുന്നു സംഘടനാ പ്രവർത്തനം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ സംഘടനാ പ്രവർത്തനം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ്. SSF എന്താണ് എന്നറിയാത്ത ഒരാളാണ് ചിലപ്പോഴെങ്കിലും ഞാൻ എങ്ങനെയാണ് എന്റെ പഠനവും സംഘടനാ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ചോദ്യം ഉണ്ടാകുന്നത്. പഠനം തന്നെയാണ് സംഘടനാ പ്രവർത്തനം. ഇനിയും അറിയുക. ആരെ അറിയുക? നിങ്ങളിപ്പോൾ പഠിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്നത്, ഈ ഫെസ്റ്റിലിരിക്കുന്നത് ഇതൊരു പഠന പ്രക്രിയയാണ്. നിങ്ങൾ സാഹിത്യോത്സവം നടത്തുന്നത്, സാഹിത്യോത്സവം പങ്കെടുക്കുന്നതല്ല കേട്ടോ, നിങ്ങൾ സാഹിത്യോത്സവം നടത്തുന്നത് അതൊരു പഠന പ്രക്രിയയാണ്. ഒരു ദാഇയാവാനുള്ള പഠനം. എത്ര മനുഷ്യരെ കണ്ടുമുട്ടും നിങ്ങൾ ആ സമയത്ത്? ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, അനേകം മനുഷ്യരിലൂടെ സഞ്ചരിക്കുന്നു. വ്യത്യസ്ത വികാരമുള്ളവർ, നമ്മുടെ പ്രായക്കാർ. എനിക്കറിയാം, എന്റെ ദേശത്തിനടുത്ത് ഒരു ഗ്രാമത്തിൽ മുത്തഅല്ലിമുകളെ രൂപപ്പെടുത്തിയത് സാഹിത്യോത്സവമാണ്. കുറച്ചുകൂടി അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് സാബിർ സഖാഫി. കോഴിക്കോട് NIT-യിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സാബിർ സഖാഫി മർക്കസിൽ 1ാം റാങ്കുകാരനായിരുന്നു. ആ സാബിർ സഖാഫിയെ ഒരു മുത്തഅല്ലിമാക്കി മാറ്റിയത് സാഹിത്യോത്സവമായിരുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് നമ്മുടെ സമ്പർക്കങ്ങളിലൂടെയാണ്. ഈ സമ്പർക്കം മറ്റൊരു പഠനമാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ വിധാനങ്ങൾ അറിയണം. അവരുടെ ആലോചനകൾ എന്താണ്? അവരെന്തിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അവരാരോടൊക്കെയാണ് സഹവസിച്ചു കൊണ്ടിരിക്കുന്നത്? അവരുടെ ലഹരി എന്താണ്? അവർ വായിക്കുന്നത് എന്താണ്? അവരുടെ കാഴ്ചകൾ എന്താണ്? അവരെ ആനന്ദിപ്പിക്കുന്നത് എന്താണ്? അവർ എവിടെയാണുള്ളത്? ഈ ആൽഫ ജനറേഷൻ, അതായത് 2009 ശേഷം അല്ലെ, 2009 ശേഷമുള്ള തലമുറയാണ് ആൽഫ ജനറേഷൻ. ഈ ആൽഫ ജനറേഷൻ നിലനിൽക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലനിൽക്കുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയത് എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകൾ. ഫേസ്ബുക്ക് അമ്മാവന്മാരുടേതാണെന്നാണ് പറയാറുള്ളത്. ഫേസ്ബുക്ക് അല്ല അമ്മാവന്മാരുടേത്, ഇൻസ്റ്റഗ്രാമാണ്. ഫേസ്ബുക്കിൽ നിന്ന് കുട്ടികൾ പോയി. കാരണം നമ്മളൊക്കെ ഇപ്പം ഫേസ്ബുക്കിലാണുള്ളതെന്ന് അറിഞ്ഞപ്പോ ഇൻസ്റ്റഗ്രാമിലാണെന്ന് അറിഞ്ഞപ്പോ അവർ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പോയി. പേരറിയുന്നതും അറിയാത്തതുമായ അനേകം ലൈവ് സ്ട്രീമിംഗ് സൈറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾ അഡിക്റ്റഡ് ആണ്. ഇങ്ങനെ അഡിക്റ്റഡ് ആയ ഒരു സമൂഹത്തെ എങ്ങനെയാണ് തിരുത്തുക? ആ തിരുത്തുക എന്നത് ഒരു ദൗത്യമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അവരുടെ ലോകത്തെക്കുറിച്ച് അറിയണം. അവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കണം. അതാണ് ദഅവത്ത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, മുടി നീട്ടി വളർത്തി അല്ലേ, പാന്റ് ഇങ്ങനെ വലിച്ചേച്ച് പോകുന്ന, അത് തന്നെ മുട്ടിന്റെ മുകളിൽ ഒരു കീറ്, മുട്ടിന്റെ ബാക്കിലൊരു കീറ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സീബ്ര ലൈൻ പോലെ നിറയെ ഇങ്ങനെ വെട്ടുകൾ അല്ലേ. അങ്ങനെയൊക്കെയാണ് പലരുടെയും പാന്റ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ആരെയെങ്കിലും കണ്ടാൽ ഈ ചങ്ങാതിയൊക്കെ നശിച്ചു പോയല്ലോ എന്ന് നിങ്ങൾ ആരും കരുതരുത്. ഒരു ടെക്സ്റ്റൈൽസിൽ കയറി മറ്റൊരു പാന്റ് വാങ്ങിയാൽ തീരുന്നത് മാത്രമേ ഉള്ളൂ അവന്റെ പ്രശ്നം. ഒരു ബാർബർ ഷോപ്പിൽ കയറി ഒരു 80 രൂപ കൊടുത്താൽ തീരുന്നത് മാത്രമാണ് അവന്റെ പ്രശ്നം. അവന്റെ ഹൃദയം ശുദ്ധമായിരിക്കും, പാവമായിരിക്കും, സാധുക്കളായിരിക്കും. സംസാരിച്ചു നോക്കൂ നിങ്ങൾ അത്തരക്കാരോട്. വളരെ നിർമ്മലമായിരിക്കും അവർ, വളരെ നിഷ്കളങ്കരായിരിക്കും അവർ. ചുറ്റുമുള്ള പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് പല വഴിക്കായി പോയ മനുഷ്യർ, ആ മനുഷ്യരെ ചേർത്ത് പിടിക്കണം നമ്മൾ. ആ മനുഷ്യരിലേക്കുള്ള യാത്രകൾ അതൊരു സഞ്ചാരമാണ്.
അതിന് നിങ്ങൾ കിലോമീറ്ററുകൾ സഞ്ചരിക്കണ്ട, വാഹനങ്ങൾ എടുത്തു പോവണ്ട, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് സഞ്ചരിച്ചാൽ മതി. നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം എന്താണ്? നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോ നിങ്ങളുടെ പരിസരങ്ങളുണ്ട്, പരിസരം, നിങ്ങളുടെ അയൽവാസികൾ, ആ അയൽവാസികൾ എന്നതാണ് നിങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ സംഘാടന ഇടം. SSFനകത്ത് അതിന് ബ്ലോക്ക് എന്നൊക്കെയാണ് പറയാറുള്ളത്. ആ ബ്ലോക്കുകളിലുള്ള കൂട്ടുകാരെ ഒരുമിച്ചിരുത്തി സുംറ നടക്കുന്നു, ഒരു ആത്മീയ സംഗമം നടക്കുന്നു. അതൊരു ആത്മീയ സംഗമം. അവിടെ ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഏറ്റുചൊല്ലാൻ കഴിയുന്ന വിധത്തിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലുന്നു. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടതാണ് എന്ന ഒരു ബോധം ജനിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരെല്ലാം ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു. ഒരു 10-20 മിനിറ്റ് കൊണ്ട് സുംറ കഴിയുന്നു. ആ സുംറ കഴിഞ്ഞോട്ടെ, കഴിഞ്ഞാലുള്ള ഇരുത്തം, അപ്പോഴുള്ള ചിരികൾ, സംഭാഷണങ്ങൾ, അപ്പോൾ നമ്മൾ നടത്തുന്ന കുശലാന്വേഷണങ്ങൾ, തമാശ പറച്ചിലുകൾ, അതാണ് നമ്മുടെ സുഹബത്ത്, നമ്മുടെ സഹവാസം. അത് യാത്രയുടെ പ്രധാനപ്പെട്ട ഒന്നാണ്. സുഹബത്തു മാജിദിൻ, ഷാഫി ഇമാം അങ്ങനെയും പറയുന്നുണ്ട്. എന്നാണ് ഷാഫി ഇമാം കവിത അവസാനിപ്പിക്കുന്നത്. അറിവന്വേഷണങ്ങൾ, അതേപോലെ മാനേഴ്സ് പഠിക്കുക, ഇതും സഞ്ചാരത്തിന്റെ ലക്ഷ്യമായി ഷാഫി ഇമാം എണ്ണുന്നുണ്ട്. ഞാൻ ഈ കവിതാശകലം തന്നെ എടുത്തത് ഒരേ സമയം നമ്മുടെ യാത്രയെയും നമ്മുടെ സഞ്ചാരങ്ങളെയും സഞ്ചാരം എന്ന ആശയത്തെയും അതുൽപാദിപ്പിക്കുന്ന സംഘടന എന്ന ബോധത്തെയും. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒന്നാണ്. അഭിവന്യരായ സുൽത്താനുൽ ഉലമ നീണ്ട 50 വർഷങ്ങൾക്കപ്പുറം സഞ്ചരിച്ചെത്തിയ ദൂരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടന. അന്യരായ താജുൽ ഉലമ അന്നൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു മനോഹരമായ ഇറങ്ങിപ്പോക്ക് നടത്തി, ഒരു സഞ്ചാരം നടത്തി. ആ സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടന. അതിനുമപ്പുറം ഈ കേരളത്തിലേക്ക് സഞ്ചരിച്ചെത്തിയ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, അവർ കടന്നു വരുന്ന വഴികളിലുടനീളം അവർ സഹിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങളുടെ പരിണത ഫലമായി കേരളത്തിൽ അവർ സ്ഥാപിച്ചെടുത്ത ഇസ്ലാമിനെ അവർ പ്രസംഗിക്കുകയായിരുന്നില്ല. ഇസ്ലാമിനെ അവർ ഒരു കുറിപ്പാത്തെഴുതി നാട്ടുകാർക്ക് ലഘുലേഖ വിതരണം നടത്തുകയായിരുന്നില്ല. അവർ ജീവിതം കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു മതത്തെ. ജീവിതം കൊണ്ട് മതത്തെ സ്ഥാപിച്ചവർ. യഥാർത്ഥത്തിൽ ആ തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ നിർവഹിക്കുന്ന സംഘടനാ പ്രവർത്തനം. ഒരു സംഘടന ഉണ്ടാവണം എന്ന ആശയത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ സംഘടന ഉണ്ടാക്കുന്നത്. സംഘടന ഉണ്ടാവണം എന്നത് ഈ സഞ്ചാരപഥത്തിൽ ഒരു അനിവാര്യതയായി വന്നതായിരുന്നു. ഈ ഇസ്ലാമിക പ്രബോധന സഞ്ചാരത്തിനിടയിൽ സ്വാഭാവികമായി വന്നു ചേർന്ന നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി എളുപ്പത്തിൽ സ്വീകരിച്ച ഒരു വാഹനമാണ് യഥാർത്ഥത്തിൽ സംഘടന. സംഘടന എന്ന ആശയത്തിന് വേണ്ടി നമ്മൾ ഇനിയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. സംഘടന എന്ന വാഹനത്തിൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട്, ഈ വാഹനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വാഹനം സഞ്ചാരിയുടെ ആത്യന്തികമായ ലക്ഷ്യമല്ല. വാഹനം സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. വാഹനമല്ല ലക്ഷ്യം, ലക്ഷ്യം മറ്റൊന്നാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഉപകരണമാണ് യഥാർത്ഥത്തിൽ ഈ വാഹനം. സംഘടനയും അങ്ങനെയായിരിക്കണം. സംഘടന എന്ന സിസ്റ്റത്തെയല്ല നമ്മൾ പ്രണയിക്കേണ്ടത്, സംഘടന എന്ന സംവിധാനത്തെയല്ല. ആ സംഘടന എന്ന സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സഞ്ചരിക്കണം. ദഅവത്തിന്റെ സഞ്ചാരം, മനുഷ്യരുടെ മനസ്സുകളിലേക്കുള്ള സഞ്ചാരം, പ്രബോധനം എന്ന സഞ്ചാരം. ആ സഞ്ചാരം നടത്തുമ്പോഴാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ നിന്ന് അവിടുന്ന് പോകണം എന്ന സന്ദേശം ലഭിക്കുമ്പോ, പോകണം, നിങ്ങൾ ഇനിയും അറിയാത്ത, എന്റെ മുമ്പിലിരിക്കാത്ത, ഈ ഇവിടെ ഇല്ലാത്ത, അപ്പുറത്തിരിക്കുന്ന, കാണാമറയത്തുള്ള സമൂഹങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കണം എന്നൊരു സന്ദേശം ലഭിക്കുമ്പോ, അവിടെ മദീനയിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ആ സൗദി ഭൂഖണ്ഡത്തിൽ നിന്ന്, മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, അവിടെ നിന്നെല്ലാം ഉള്ള സഹാബത്ത് അങ്ങനെ ഒന്നിച്ച് പ്രയാണം ആരംഭിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ കേവലം വളരെ കുറഞ്ഞ സ്വഹാബത്തിന്റെ മഖ്ബറകൾ മാത്രം അവശേഷിച്ചു പോയത്. ആ സഞ്ചരിച്ചെത്തിയവരിൽ ഒരു കൂട്ടമാണ് കേരളത്തിലേക്ക് വന്നത്.
നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കേരളത്തിലേക്ക് ഒരു സംഘം പുറപ്പെട്ടു, അവർ കേരളത്തിലേക്ക് എത്തിയെന്ന്. അങ്ങനെയല്ല. അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദിശയറിയാതെ സഞ്ചരിച്ചവരാണ്, പായക്കപ്പലുകളിൽ സഞ്ചരിച്ചവരാണ്. അങ്ങനെ പായക്കപ്പലുകളിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തിനിടയിൽ വരുന്ന ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് അവർക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അത് തങ്ങളുടെ ജീവിത ദൗത്യമാണ് എന്ന തിരിച്ചറിവിൽ സഞ്ചാരത്തിന് പുറപ്പെട്ടവരാണ്. കടലിലൂടെ മാത്രമല്ല സഞ്ചാരം നടന്നത്, കരയിലൂടെ സഞ്ചാരം നടന്നിട്ടുണ്ട്. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ആനപ്പുറത്തും ഒക്കെ സഞ്ചാരങ്ങൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും ആ സഞ്ചാര വഴികളിൽ പലതരം പ്രതിസന്ധികൾ വരെ നേരിട്ടിട്ടുണ്ടാകും. പലപ്പോഴും ഹിംസ്രജന്തുക്കൾക്ക് ഭക്ഷണമായി മാറിയിട്ടുണ്ടാകും. പലപ്പോഴും കടൽ ചെരുക്കിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ടാകും. നമ്മൾ പായക്കപ്പലിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലൊരു കപ്പലുണ്ട്. ആ കപ്പലല്ല പായക്കപ്പൽ. പായക്കപ്പൽ എന്ന് പറയുന്നത് പായ വലിച്ചു കെട്ടിയ ഒരു തോണിയാണ്, ഒരു നൗക. അത്രമാത്രമേ ഉള്ളൂ ആ കാലത്തെ കപ്പലുകൾ. എന്തിനാണ് പായ വലിച്ചു കെട്ടുന്നത്? എന്താണ് ഈ പായക്കപ്പലിന്റെ പ്രത്യേകത? പായക്കപ്പലിന്റെ പ്രത്യേകത കാറ്റനുകൂലമാകുമ്പോൾ പായ നിവർത്തിക്കെട്ടും. കാറ്റനുകൂലമാകുമ്പോൾ പായ നിവർത്തിക്കെട്ടും. അനുകൂലം എന്ന് പറഞ്ഞാൽ പ്രതികൂലം. അതായത് നേരെ ഓപ്പോസിറ്റ് നിന്ന് കാറ്റ് വരുമ്പോ അത് പായ നിവർത്തി കെട്ടിയാൽ അവർക്ക് അതിന്റെ മറ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് സഞ്ചരിക്കാം. എന്നാൽ കാറ്റ് പ്രതികൂലമായി വരുന്ന സമയം ഉണ്ടാകും. പോകേണ്ട ദിശയിലേക്കല്ല കാറ്റടിക്കുന്നത് എങ്കിൽ, പോകേണ്ട ഭാഗത്തോട്ടല്ല കാറ്റടിക്കുന്നത് എങ്കിൽ അതേ പായ നിവർത്തി കെട്ടിയാൽ പിന്നെ തിരിച്ച് അതേ ദൂരം പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകും. അപ്പോൾ പായ ചുരുട്ടിക്കെട്ടും. പായ ചുരുട്ടിക്കെട്ടും. ഇതാണ് പായക്കപ്പൽ. ഇതിന് പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറ്റനുകൂലമാകുന്നതിനനുസരിച്ചാണ് നമ്മുടെ സഞ്ചാരം മുന്നോട്ട് പോവുക. യന്ത്രനിർമ്മിത കപ്പലുകളല്ല അത്, യന്ത്രനിർമ്മിത ബോട്ടുകളല്ല അത്. കാറ്റിനനുസരിച്ച് പോകും അതിങ്ങനെ. എന്നാണ് തീരമണയുക എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം, ഇതിനധികം ഭാരം താങ്ങാൻ കഴിയില്ല. ഇതൊരു വലിയ തോണി മാത്രമാണ്. അധികം വെള്ളം സംഭരിച്ചു വെക്കാൻ കഴിയില്ല, അധികം ഭക്ഷണം സംഭരിച്ചു വെക്കാൻ കഴിയില്ല. എങ്ങനെയായിരിക്കും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 10-15 ദിവസത്തെ വെള്ളം ഉണ്ടാകും അന്ന് തോണിയിൽ, അവരുടെ കപ്പലിൽ. അത്രയും ദിവസത്തെ ഭക്ഷണം ഉണ്ടാകും അവരുടെ കപ്പലിൽ. ആ സഞ്ചാരത്തിനിടയിൽ വെള്ളം തീർന്നു പോയാൽ നടുക്കടലിൽ അവരുടെ യാത്ര അവസാനിച്ചു. അവർക്കത് പ്രശ്നമായിരുന്നില്ല. അങ്ങനെ സഞ്ചരിച്ചിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം എത്തിയത്, നമ്മളിൽ ഇസ്ലാം എത്തിയത്. അഭിമാനപൂർവം നമ്മൾ തെളിച്ചമുള്ള ആശയമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. സിദ്ധാർത്ഥൻ സഞ്ചരിച്ചതുപോലെ, മഹാവീരൻ സഞ്ചരിച്ചതുപോലെ അനേകം മനുഷ്യർ ജീവിതത്തിന്റെ പൊരുൾ തേടി സഞ്ചരിച്ചപ്പോൾ ആ പൊരുളിന്റെ അങ്ങേയറ്റത്ത് യഥാർത്ഥ വെളിച്ചം തിരിച്ചറിയാൻ കഴിഞ്ഞ മനുഷ്യർ സൗഭാഗ്യവാന്മാരാണ് നമ്മൾ എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം, ആ നമ്മുടെ ആത്മാഭിമാനം, ആ അഭിമാനം നമുക്കുണ്ടായത് പ്രിയപ്പെട്ടവരെ ഈ സഞ്ചാരങ്ങളിലൂടെയായിരുന്നു. കാതങ്ങൾ സഞ്ചരിച്ച മനുഷ്യർ അങ്ങനെ സഞ്ചരിച്ചു. മനുഷ്യരെ കണ്ടെടുത്ത് അവർ ഇസ്ലാമിനെ പകർന്നു കൊടുത്തു. തദ്ദേശീയരോട് ഏറ്റുമുട്ടുകയല്ല, അവിടെയും നമ്മൾ ഇസ്ലാമിന്റെ സൗന്ദര്യം തിരിച്ചറിയണം. ബിദ്അഈ സംഘങ്ങളുമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം. ആ വ്യത്യാസം, ദേശാന്തരങ്ങളിൽ ഇസ്ലാം ഫിഖ്ഹ് കൊണ്ട് അതിജയിച്ചു എന്നതാണ്. എന്താണ് ബിദ്അത്തും സുന്നത്തും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഫിഖ്ഹ് ഉണ്ട്, മറ്റൊരു ബിദ്അഇകൾക്കും ഫിഖ്ഹ് ഇല്ല എന്ന് തന്നെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ പ്രദേശത്തിനനുസരിച്ചും നമ്മുടെ ഉലമാ വളരെ സൗന്ദര്യമുള്ള ഒരു മതത്തിന്റെ ആ ഉസൂലിൽ നിന്നുകൊണ്ട് തന്നെ ആവിഷ്കാരങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് കേരളത്തിൽ അറബി മലയാളം ഉണ്ടാകുന്നത്. കേരളത്തിലെ മനുഷ്യർക്ക് മലയാളം സംസാരിക്കാൻ അറിയാം. കേരളത്തിലെ മനുഷ്യർക്ക് അറബി ഭാഷ പഠിപ്പിച്ച് അതിന്റെ ആശയം പഠിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ആ കാലത്ത് ഈ മനുഷ്യരോട് സംവദിക്കണമെങ്കിൽ ഈ മലയാളക്കരയിൽ ഒരു ലിപിയില്ല. ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയ, കേരളത്തിൽ നടന്ന ഈ സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ഈ സാക്ഷരതാ മൂവ്മെന്റുകൾ, ഇതിന്റെ തുടക്കം എവിടുന്ന? എഴുത്തച്ഛൻ മാത്രമല്ല, എഴുത്തച്ഛന്റെ നേതൃത്വത്തിൽ മലയാളത്തിനൊരു ലിപി രൂപപ്പെടുത്തുന്നതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മൊഹീദ്ദീൻ മാല രചിക്കപ്പെട്ടിട്ടുണ്ട്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാളത്തിന് ലിപി ഇല്ലാതിരുന്ന കാലത്ത് അറബിയിലെ ലിപികൾ എടുക്കുന്നു, മലയാളത്തിന്റെ ഭാഷ എടുക്കുന്നു, എന്നിട്ട് അത് എഴുതുന്നു. അങ്ങനെയാണ് നമ്മൾ ഭാഗ്യം എന്ന വാക്കുണ്ടായത്, അല്ലെ? ഭാഗ്യമായി മാറിയത്. അതൊരു തമാശയല്ല, വളരെ വലിയ ഒരു ആവിഷ്കാരം നടക്കുന്നു. ഇവിടെയുള്ള മനുഷ്യർ മുണ്ടെടുക്കുന്നവരാണ്. മുണ്ടെടുക്കുന്ന ഒരു ഇസ്ലാം രൂപപ്പെടുന്നു. നമ്മൾ ആലോചിച്ചു, മുണ്ടെടുക്കുന്ന ഒരു ഇസ്ലാം രൂപപ്പെടുന്നു. അവിടെയും ആ ഉസൂല് തെറ്റാതെ, ആ നിദാനങ്ങളൊന്നും തെറ്റാതെ ഔറത്ത് മറക്കുക എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു ആവിഷ്കാരം ഉണ്ടാകുന്നു. ഇതിവിടെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ വിവിധ വേഷങ്ങളിലുള്ള മുസ്ലിങ്ങളെ നമ്മൾ കാണുന്നു. ഈ സിൽക്ക് റൂട്ടിലൂടെയുള്ള ഇസ്ലാമിന്റെ പ്രയാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു ഹുയ് എന്ന പേരിലുള്ള ചൈനയിലെ ഒരു മുസ്ലിം വംശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എത്ര വംശങ്ങൾ. ഉയ്ഗുർ നിവാസികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മ്യാൻമാറിലെ റോഹിംഗ്യ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര ഇതൊന്നും വ്യത്യസ്ത ജാതികളല്ല ഇസ്ലാമിനകത്ത്. നമ്മൾ റോഹിംഗ്യ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഉയ്ഗുർ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള മുസ്ലിം സമൂഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരൊരു താഴ്ന്ന ജാതിയോ നമ്മളൊരു ഉയർന്ന ജാതിയോ എന്ന ചിന്ത പോലും നമുക്കുള്ളിൽ ഉണ്ടാവുന്നില്ല. വ്യത്യസ്ത ദേശങ്ങൾ, വ്യത്യസ്ത ഭാവങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. വ്യത്യസ്ത ഭരണകൂടങ്ങൾ, ഓരോ രാജ്യത്തെയും ഭരണകൂടങ്ങൾക്ക് കീഴിൽ അവിടുത്തെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം സമഗ്രമായി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന് കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, കേരളത്തിലേക്ക് വരുമ്പോ ഇവിടെ മമ്പുറന്തങ്ങളുണ്ട്. ആ മമ്പുറന്തങ്ങൾക്ക് സെക്രട്ടറിയായി കോന്തുനായരുണ്ട്. അമുസ്ലിങ്ങളായ ഒരാളുമായി യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും വേണ്ടതില്ല എന്നല്ല അവിടുന്ന് തീരുമാനമെടുത്തത്. ഇവിടെ നമുക്ക് സാമൂതിരി രാജാവിനെ കാണാൻ പറ്റും. ഈ യാത്രകളുടെ ഇടയിൽ തന്നെ സാമൂതിരിയെ നമുക്ക് വായിക്കാൻ പറ്റും. സാമൂതിരിയുമായി മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന അടുപ്പം നമുക്ക് വായിക്കാൻ പറ്റും. സാമൂതിരി രാജാവിന് വേണ്ടി പടപൊരുതണമെന്ന് മഖ്ദൂമുമാർ എഴുതിവിടുന്ന മനോഹരമായ ചരിത്ര സന്ദർഭങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോഴും ബിദ്അത്ത് അതിനെ അംഗീകരിക്കുന്നില്ല. 1920-കളിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28-ലാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന സംഘം ഉണ്ടാകുന്നത്, ബ്രദർഹുഡ് ഉണ്ടാകുന്നത്. ഈ ബ്രദർഹുഡിനെയും മുന്നേ ഖുലഫാഉർ റാഷിദീന്റെ കാലം അവസാനിക്കുന്നതിന്റെ മുന്നേ തന്നെ ഖവാരിജികൾ രംഗത്ത് വരുന്നുണ്ട്. ഈ ഖവാരിജികളുടെ വാദങ്ങളുടെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ടാണ് ശരീഅത്തല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഭരണ സംവിധാനത്തെ, ഇസ്ലാമിക ഭരണകൂടമല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഭരണകൂടത്തെ അംഗീകരിക്കുന്നവൻ മുസ്ലിം ആവുന്നില്ല എന്നിടത്തേക്ക്, അവന്റെ ഇസ്ലാം സമഗ്രമാവുന്നില്ല, ആ ഇസ്ലാം പൂർണ്ണമാകുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ ഇസ്ലാമിനെ, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവിടത്തെ തഹ്കീംവാദികൾ, ഹക്കിമിയത്ത് വാദികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ ആധുനിക കാലത്ത് ബ്രദർഹുഡ് രൂപപ്പെടുന്നത്. ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിച്ച എല്ലാ തരത്തിലുള്ള വിഭാഗീയതകൾക്കും ഛിദ്രതകൾക്കും കാരണം ഈ ബിദ്അഈ സംഘങ്ങളാണെന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 1970 ആകുമ്പോഴേക്ക് ബ്രദർഹുഡ് അവരുടെ സായുധ പോരാട്ടങ്ങളിൽ നിന്ന് പിന്മാറി ജനാധിപത്യ മാർഗത്തിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം അവർക്കിടയിൽ വലിയ തോതിലുള്ള പിളർപ്പുകൾ ഉണ്ടാക്കുന്നു. ആ പിളർപ്പുകൾ 100ഓളം രാജ്യങ്ങളിൽ ഒരേ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാവണം എന്നത് ഒരു അനിവാര്യതയാണ് എന്ന് ചിന്തിക്കുന്ന സംഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അഹ്ലുസുന്നയുടെ ആശയങ്ങൾക്കെതിരായിരുന്നു അത്. മഹാനായ സയ്യിദ് റമദാൻ ബൂത്തി, ഏറ്റവും അവസാനം സയ്യിദ് റമദാൻ ബൂത്തി റഹിമഹുല്ലാ കൊല്ലപ്പെടുന്നത്, സിറിയയിൽ കൊല്ലപ്പെടുന്നത്, അവിടെ ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിൽ ഉള്ള നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ നടക്കുന്ന കലാപങ്ങൾ, ആ കലാപങ്ങൾക്ക് അനുമതി ചോദിച്ചപ്പോൾ അതിന് അനുമതിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു. അതിനർത്ഥം അസദിന്റെ ആളായിരുന്നു ബൂത്തി എന്നല്ല. നിലനിൽക്കുന്ന ഭരണകൂടം, ആ സന്ദർഭത്തിൽ ആ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങൾ ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അഹ്ലുസുന്നയുടെ നിലപാട് പറയുകയായിരുന്നു മഹാൻ. ആ തുടർച്ചയിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു?
ഇപ്പോൾ അസദ് സ്ഥാനഭ്രഷ്ടനാകുന്ന ഘട്ടം എത്തിയപ്പോൾ പോലും അവിടെ 5-ലധികം സംഘങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭരണ അസ്ഥിരത കൈവരുന്നു. 2011 ഞാൻ ഈ ഭാഗങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഈ സഞ്ചാരത്തിന്റെ തീം പറയുമ്പോൾ അതുകൂടി പറഞ്ഞു തന്നെ പൂർത്തിയാക്കണമെന്ന് വിചാരിക്കുന്നു. 2011 അറബ് വസന്തം ഉണ്ടാകുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അറബ് വസന്തം ടുണീഷ്യയിൽ ആരംഭിച്ച, അറബ് ഭൂമിയിൽ ആകെ പടർന്നു പിടിച്ച ജനാധിപത്യ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അറബ് വസന്തം. അന്ന് കേരളത്തിൽ സോളിഡാരിറ്റി അതിന് പ്രത്യേകം പ്രബോധനം, പ്രത്യേകം പതിപ്പിറക്കി, സോളിഡാരിറ്റി പോസ്റ്ററുകൾ ഇറക്കി അവർ ആഘോഷിക്കുകയായിരുന്നു. ഇവിടെ അവർ ആഘോഷിക്കാൻ വകുപ്പുകളുണ്ട്. കാരണം ഈ അറബ് വസന്തത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ബ്രദർഹുഡിൽ നിന്ന് ആശയോർജം സ്വീകരിച്ചു വന്ന ഹസനുൽ ബന്നയിൽ നിന്നും, സയ്യിദ് കുത്തുബിൽ നിന്നും, അബ്ദുല്ല മൗദൂദിയിൽ നിന്നും ആശയോർജം സ്വീകരിച്ചു വന്ന തഹ്കീംവാദികളായിരുന്നു ഈ അട്ടിമറികൾക്കെല്ലാം പിന്നിൽ. അന്ന് അവിടെയും അപ്പോഴും നമ്മുടെ ഉലമാ പറഞ്ഞത് ഈ വിപ്ലവങ്ങൾ ശരിയല്ല എന്നാണ്. എന്ത് സംഭവിച്ചു പിന്നീട്? ആ വിപ്ലവങ്ങൾ നടന്ന രാജ്യങ്ങളിൽ മുഴുവൻ അരക്ഷിതമായി. ടുണീഷ്യ അരക്ഷിതമായി, ലിബിയ ചിന്നിച്ചിതറി, ഈജിപ്ത് ഇപ്പോഴും സ്ഥായിയായ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാ രാജ്യങ്ങളും അരക്ഷിതമായി ഒരു ഭാഗത്ത്. അതേസമയം ഇപ്പോഴും അങ്ങനെ ഭരണകൂടം ഉണ്ടാവുകയും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയും അങ്ങനെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇസ്ലാം സമഗ്രമാകുന്നത് എന്ന ആശയം പുലർത്തി ഈ സമൂഹത്തെ വീണ്ടും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരസംതൃപ്ത ജനവിഭാഗത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള ഈ കക്ഷികൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്തത്? പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ എതിർത്തത് അത് നമുക്കൊരു പാരയാകും എന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മുസ്ലിങ്ങൾക്കെതിരെ എല്ലാവരും തിരിയൂലേ? അതൊരു പ്രശ്നമല്ലേ? അതുകൊണ്ട് അങ്ങനെ അധികം തീവ്രമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല എന്നതല്ല പ്രശ്നം. അത് അഹ്ലുസുന്നയുടെ നിലപാടിനെതിരാണ്. അത് അടിസ്ഥാനപരമായി പോപ്പുലർ ഫ്രണ്ട് രൂപപ്പെട്ടു വരുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച്, അവിടെയുള്ള യൂത്ത് സെന്റർ കേന്ദ്രീകരിച്ചാണ്. യൂത്ത് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഇന്നലകളിലെ നേതാക്കൾ, സിമിയുടെ നേതാക്കൾ, സിമി നിരോധിക്കപ്പെട്ട സമയത്ത് ഒരേ സമയം SIO-യിലേക്കും പിന്നീട് ഇപ്പുറത്ത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപങ്ങളിലേക്കും വഴിമാറുകയാണ് ഉണ്ടായത്. ചരിത്രം അതാണ്. ആ ചരിത്രത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയും. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്ക് അത്യാവശ്യം ധാരണയുണ്ടാകും. പക്ഷേ ആഗോള മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റനേകം സംഘങ്ങളുണ്ട്. ആ സംഘങ്ങൾ ഉയർത്തിവിടുന്ന വൈകാരികമായ ഒരു ആശയപ്രതലമുണ്ട്. ആ ആശയപ്രതലം എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറ ദായികൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ യുവാക്കൾക്ക് ഹമാസ് ഒരു ബോംബ് പൊട്ടിക്കുമ്പോ എന്തോ ഒരു വൈകാരികമായ ഒരു വിക്ഷുബ്ധത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സുഖം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സുഖത്തിൽ ഒരു അപകടമുണ്ട്. ഫലസ്തീന്റെ തെരുവീതികളിൽ ഓരോ ദിവസവും പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, ആ സഹോദരങ്ങളോട് നമ്മൾ ഐക്യദാർഢ്യപ്പെടണം. അവരുടെ വേദനകളിൽ നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിക്കണം. അവർക്ക് സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ നമുക്ക് നൽകാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ കൊടുക്കണം. അതിലൂടെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതേ സമയത്ത് അവർക്ക് വേണ്ടി പോരടിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഏതെങ്കിലും സംഘങ്ങളോടുള്ള അടിസ്ഥാനപരമായ മഹബത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി പോകരുത്. ഹമാസ് രൂപപ്പെടുന്നത് ഖുമൈനിയൻ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ്. ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം, ഇറാനിൽ സംഭവിച്ച ഷിയ വിപ്ലവത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അബ്ദുല്ലാഹ് ഇബ്നു സബഅ ആണെന്നാണ് എന്റെ ഓർമ്മ ഷിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം മുസ്ലിം ആണോ അല്ലേ എന്ന കാര്യത്തിൽ പോലും തർക്കമുണ്ട്. ഇസ്ലാം അഭിനയിച്ചതാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. ഷിയാക്കളിൽ തന്നെ എല്ലാവരും മുസ്ലിങ്ങളാണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖാദിയാനികൾ ഇസ്ലാമിന് പുറത്താണ് എന്ന് പറയുമ്പോൾ തന്നെ ഷിയ വിഭാഗങ്ങളിൽ അധിക വിഭാഗങ്ങളും ഇസ്ലാമിന് പുറത്താണ് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതരുടെയും അഭിപ്രായം. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ഷിയ മൂവ്മെന്റുകളിൽ ഏറ്റവും ശക്തമായ മൂവ്മെന്റ് ആണ് ഇറാനിൽ ഉണ്ടായ ഖുമൈനിയൻ മൂവ്മെന്റ്.
ആ മൂവ്മെന്റിൽ ആകൃഷ്ടരായിട്ടാണ് ഹമാസ് കൂടി ഉണ്ടാകുന്നത്. ബ്രദർഹുഡിന്റെയും ഹുമേനിയൻ മൂവ്മെന്റിന്റെയും സമ്മിശ്രമായ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഹമാസ് രൂപപ്പെടുന്നത്. പിൽക്കാലത്ത് ഹിസ്ബുള്ള ഉണ്ടാകുന്നു. ഹിസ്ബുള്ള ഒരു റോക്കറ്റ് വിടുമ്പോ നിങ്ങൾക്ക് ആനന്ദം കൈവരുന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ള വിടുന്ന ആശയപരമായ ഓരോ റോക്കറ്റുകളും ഈ പാരമ്പര്യ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടനെഞ്ചിലേക്കാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ഒരു വിഭാഗീയ പരാമർശമല്ല. എന്തുകൊണ്ട് ഹിസ്ബുള്ളയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല? ലബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഷിയ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. എന്താണ് ഷിയാക്കളുടെ പ്രത്യേകത? ഷിയാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷിയായിസം പ്രചരിപ്പിക്കാൻ, യഥാർത്ഥ ഇസ്ലാം അവരുടേതാണെന്ന് വരുത്തി തീർക്കാൻ, അഹ്ലുസുന്നയെ നശിപ്പിച്ചു കളയാൻ വളരെ കൃത്യമായി ഫണ്ട് ചെയ്തുകൊണ്ട് മിഷണറി പ്രവർത്തനം നടത്തുന്ന സംഘമാണ്. കേരളത്തിലടക്കം അവർക്ക് പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിലെ സക്കലിൻ ഫൗണ്ടേഷൻ അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ഷെയ്സത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയാണ്. അപകടകരമായ ഒരു വാദം കൂടി അവർക്കുണ്ട്. തഖിയ അനുഷ്ഠിക്കണം എന്നത് അവർക്ക് വാജിബാണ്, അനിവാര്യതയാണ് അവർക്ക്. തഖിയ എന്താണ്? തഖിയ വേഷപ്രച്ഛന്നത, അഭിനയിക്കുക. നിങ്ങളുടെ മുമ്പിൽ സുന്നിയായി അഭിനയിക്കും, ചിലപ്പോൾ കാഫിറായി വരെ അഭിനയിക്കും. നിങ്ങളുടെ ഇടയിൽ സുന്നിയായിരിക്കും അയാൾ. സുന്നിയായി അഭിനയിക്കുക എന്നത് അയാൾക്ക് വാജിബാണ്. എന്നിട്ട് വേണം അവർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ. ഇവരെ കൂടി നമ്മൾ തിരിച്ചറിയണം. എത്രയെത്ര ബിദ്അഈ സംഘങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ സംഘങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള പഠനാന്വേഷണങ്ങൾ അതുകൂടി നമ്മുടെ സഞ്ചാരത്തിന്റെ ഭാഗമാണ്. എത്ര ബിദ്അഈ സംഘങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും. നിങ്ങൾ എത്ര എണ്ണും? ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ എണ്ണും, മുജാഹിദിനെ നിങ്ങൾ എണ്ണും, തബ്ലീഗിനെ നിങ്ങൾ എണ്ണും, പിന്നെ നിങ്ങൾ ആരെ എണ്ണും? പിന്നെ വ്യാജ തരീക്കത്തുകൾ എന്ന് പറയും. ഈ ആരാണ് ഈ വ്യാജ തരീക്കത്ത്? വ്യാജ തരീക്കത്ത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റും പ്രത്യക്ഷത്തിലുള്ള കുറച്ച് ആളുകൾ നമ്മൾ എണ്ണും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ മരണപ്പെട്ടു. കേരളത്തിലെ, ഇന്ത്യയിലെ പ്രഥമ തീജാനി മരണപ്പെട്ടു. അറിയോ നിങ്ങൾ? മുഹമ്മദ് അമീൻ സാഹിബ് എന്നാണ് അയാളുടെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. തീജാനികളുടെ കേരളത്തിൽ ഒന്നല്ല അനേകം തീജാനി സംഘങ്ങളുണ്ട്. ആ തീജാനി സംഘങ്ങളുടെ ഇടയിൽ അന്വേഷണവുമായി കടന്നു ചെന്നാലാണ് നമുക്ക് മനസ്സിലാവുക എത്ര വിചിത്രമായ ആശയങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ആദ്യ തീജാനി. ഈ തീജാനികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ തീജാനി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനിവാര്യതയിൽ നിന്നുകൊണ്ട് പ്രയോഗിക്കേണ്ടി വന്ന ചില പ്രയോഗങ്ങളാണ്. തരീക്കത്ത് എന്ന് പ്രയോഗിക്കുന്നതിനേക്കാൾ അധികം കള്ളത്തരീക്കത്ത് എന്ന് പ്രയോഗിക്കേണ്ടി വരുന്നു നമുക്കല്ലേ? അതെന്തുകൊണ്ടാണ്? അത്രയധികം അതിനെ മറപടിച്ചുകൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്ന സംഘങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടാണ്. തീജാനി തരീക്കത്തിനെ കുറിച്ച് പറയുമ്പോ നമ്മൾ പറയുന്നത് തീജാനി തരീക്കത്തിനെ കുറിച്ചല്ല, കള്ള തീജാനികളെ കുറിച്ചാണ്. തീജാനി വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് എന്തെങ്കിലും ഘട്ടത്തിൽ തിരിച്ചു പോയാൽ അയാൾ ഹതഭാഗ്യനാണ്, ഭാഗ്യം കെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ്. അയാൾക്ക് പിന്നെ നന്നാവാൻ കഴിയില്ല. ഇതാണ് അവരുടെ രീതി. നല്ല രസകരമാണ് അവർക്കിടയിലുള്ള ഇത്. വളരെ വളരെ പിന്നെ എന്താ പറയാ, വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് വിചാരിക്കണ്ട. അനേകം മനുഷ്യർ ആ വലയത്തിലുണ്ട്. മനുഷ്യരിങ്ങനെ സഞ്ചരിക്കുകയാണ്, ആത്മീയമായ ആനന്ദം തേടി സഞ്ചരിക്കുന്നു. എവിടെയാണ് സ്വസ്ഥത എന്ന് തേടി സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിനിടയിൽ പലരും വഴിതെറ്റുന്നു. നമുക്ക് വഴി കാട്ടാൻ തെളിച്ചമുള്ള വിളക്കുമായി നമ്മുടെ മുമ്പിൽ ഉലമ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? ഒരു താജുൽ ഉലമ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കൊണ്ടായിരുന്നില്ലേ നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചത്? ആ വഴിയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയിരുന്നെങ്കിൽ നമ്മൾ ഏത് വഴിയിൽ സഞ്ചരിക്കുമായിരുന്നു? പിശാചിന്റെ കെണിവലയങ്ങൾ, വളരെ മനോഹരമായ കെണിവലയങ്ങൾ ഒരുക്കും, വളരെ മനോഹരമായ പരവതാനികൾ വിരിക്കും. നമ്മുടെ മുമ്പിൽ നമുക്ക് വലിയ ആനന്ദം ലഭിക്കുന്നത് പോലെ തോന്നും, നമുക്ക് വലിയ അനുഭൂതി ഉണ്ടാകുന്നത് പോലെ തോന്നും. ആ സഞ്ചാര വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തുകൂടെ സൂഫിസത്തെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന എത്രയെത്ര സംഘങ്ങളുണ്ട് നമുക്കിടയിൽ. എല്ലാ കള്ളന്മാരും എല്ലാ കള്ളത്തരീക്കത്തുകാരും
പാട്ട് പാടുകയാണ്, മുട്ടി 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 പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ചു വന്നിരുന്ന, നമ്മുടെ ഇടയിൽ നിന്ന് ആരെയെങ്കിലും അടർത്തി കൊണ്ടുപോകാൻ കഴിയോ എന്നാലോചിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചില കള്ളസംഘങ്ങളുണ്ടല്ലോ, അവരൊക്കെയും ഇപ്പോൾ ഇങ്ങനെ ആടി പാടുകയാണ്, പാട്ടുപാടി ആനന്ദിക്കുക. സൂഫി സംഗീത നിശകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ അവർ സംഗീത നിശകൾ സംഘടിപ്പിക്കുന്നു. തബലയും ഹാർമോണിയവും വെച്ച് ഇങ്ങനെ പാടുകയാണ്. അതിൽ അവരുടെ മുരീദന്മാർ ആനന്ദത്തിൽ ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ചു ചേർന്നുകൊണ്ട് കണ്ണടച്ചു പിടിച്ച് ആനന്ദ സുഷുപ്തിയിൽ അവരിങ്ങനെ ആത്മീയത ആറാടുകയാണ്. അങ്ങനെ ഒരു ലോകമുണ്ട് നമ്മുടെ ചുറ്റും. ഇത് തിരിച്ചറിയണം നമ്മൾ. ഈ സകല കള്ളവാദികളെയും പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ അറിവിന്റെ ആഴങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും ഒരു ഭാഗത്ത് വൈകാരിക സംഘങ്ങൾ, എത്രയെത്ര സംഘങ്ങളുണ്ട്. സലഫികൾ എത്രയായി പിളർന്നുപോയി. ഈ സലഫികളും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒന്നിച്ചു ചേരുന്ന പല സന്ദർഭങ്ങളുണ്ട്. സലഫികൾ ഏറ്റവും ചുരുങ്ങിയത് 6 അടിസ്ഥാന വിഭാഗങ്ങളെങ്കിലുമായി പിളർന്നു പോയിട്ടുണ്ട്. അതിൽ സലഫിയ അഖ്ലാനിയ പോലെയുള്ള ഇബ്നു തൈമിയ്യയുടെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സംഘമാണ്. സലഫിയ ഇൽമിയയുണ്ട്, സലഫിയ ഹറക്കിയുണ്ട്. എന്താണ് ഈ ഇൽമിയയും ഹറക്കിയയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നറിയോ? ഈ സലഫിയ ഇൽമിയ അവരും ഈ പറയുന്ന ബ്രദർഹുഡ് ഇഖ്വാൻ സംഘങ്ങളുമായിട്ടുണ്ടായ പ്രധാന അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അവർക്കിടയിൽ അഭിപ്രായ സാമ്യത ഉണ്ടായിരുന്നു എന്നാണ്. അഭിപ്രായ സാമ്യത ഉണ്ടാകുമ്പോഴാണല്ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക. എന്താണ് അവർക്കിടയിലുള്ള അഭിപ്രായ ഐക്യം? അവർക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഐക്യം ഇസ്ലാം സമഗ്രവും സമ്പൂർണവും ആവണമെങ്കിൽ ഭരണം നിർബന്ധമായിരുന്നു എന്നതാണ്. അതിലവർ ഐക്യപ്പെട്ടു. പക്ഷെ അവർക്കിടയിൽ ഒരു ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം എന്നത് മുസ്ലിമേതരമായ ഭരണ സംവിധാനങ്ങൾ അംഗീകരിക്കൽ ഹറാമാണോ അല്ലേ എന്നുള്ളതാണ്. ഈ സലഫിയ ഇൽമിയ പറയുന്നത് അത് ഹറാമാണ് എന്നാണ്. എന്നാൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ബ്രദർഹുഡ് അടക്കമുള്ള സംഘങ്ങളെല്ലാം പിൽക്കാലത്ത് ജനാധിപത്യത്തിൽ പ്രവേശിച്ചു. ഇപ്പൊ അവർ വോട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്കിപ്പോ അത് ഹറാമല്ല. പിന്നെയും സംഘമുണ്ട്, ഹറക്കിയാണെന്ന് തോന്നുന്നു. ഹറക്കിയ പറയുന്നത്, ഹറക്കിയും അവരും തമ്മിലുള്ള ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ അംഗീകരിക്കാത്ത ആളുകൾ, അതായത് നമ്മൾ സുന്നികളൊക്കെ കാഫിറുകളാണോ അല്ലേ എന്നുള്ളതാണ്. നമ്മളൊക്കെ കാഫിറുകളാണ് എന്നതാണ് ഈ സലഫി വിഭാഗത്തിന്റെ അഭിപ്രായം. മറ്റൊരിക്കൽ അങ്ങനെ കടുപ്പിച്ച് പറയാൻ അവിടെ എത്തിയിട്ടില്ല. അതാണ് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. ഏറ്റവും അവസാനം രൂപം കൊണ്ട സലഫി മൂവ്മെന്റ് ആണ് സലഫിയ ജിഹാദിയ. സലഫിയ ജിഹാദിയുടെ പരിണത ഫലങ്ങളാണ് ലോകത്തുടനീളം ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ. ഒരു ഭാഗത്ത് ഇഖ്വാൻ സംഘങ്ങൾ, ഒരു ഭാഗത്ത് ഈ സലഫി സംഘങ്ങൾ. ആ സലഫിയ ജിഹാദിയ സംഘത്തിൽ നിന്ന് അമേരിക്കക്കെതിരെയുള്ള പോരാട്ടങ്ങൾ കൊണ്ടാണ് അവരിത് ആരംഭിക്കുന്നത്. ലോകത്തുള്ള അമുസ്ലിങ്ങളായ എല്ലാ ഭരണ സംവിധാനങ്ങൾക്കുമെതിരെ പോരാടുക ജിഹാദാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു മൂവ്മെന്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘം. അതിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് അൽ ഖായിദ രൂപപ്പെടുന്നത്. ദീർഘമായ ചരിത്രമുണ്ട് അഫ്ഗാൻ ജിഹാദി പ്രസ്ഥാനം രൂപപ്പെടുന്നത്. അഫ്ഗാനി ജിഹാദി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് പിന്നീട് അൽ ഖായിദ വരുന്നത്. ആ അൽ ഖായിദയിൽ നിന്ന്, അഫ്ഗാൻ ജിഹാദി മൂവ്മെന്റിൽ നിന്ന് ആശയോർജം സ്വീകരിച്ചുകൊണ്ടാണ് JKLF രൂപപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് രൂപപ്പെടുന്നത്. അതിൽ നിന്ന് വിഭജിച്ചാണ് ലഷ്കർ തയ്ബയും ജയ്ഷെ മുഹമ്മദും രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ എത്രയെത്ര സംഘങ്ങൾ. ഈ സലഫി മൂവ്മെന്റുകളിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ടാണ് നൈജീരിയ കേന്ദ്രമായി ബോക്കോ ഹറം രൂപപ്പെടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ലബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഷിയ മൂവ്മെന്റിൽ നിന്ന് ആശയം സ്വീകരിച്ച് മുന്നോട്ട് വന്നപ്പോ അതേ ഷിയ ആശയം സ്വീകരിച്ചുകൊണ്ട് യമൻ കേന്ദ്രമായി രൂപപ്പെട്ട വിമത സംഘമാണ് ഹൂത്തികൾ. ഹൂത്തികളെയും നിങ്ങൾ എപ്പോഴും കേൾക്കുന്നുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് എത്രയെത്ര സംഘങ്ങൾ, എത്രയെത്ര ഷാഡോ സംഘങ്ങൾ, നമുക്കിടയിൽ എത്രയെത്ര ഷാഡോ സംഘങ്ങൾ.
നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ മനോഹരമായ ഇസ്ലാമിന്റെ സൗന്ദര്യമുള്ള ഈ മനോഹരമായ ആശയത്തെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ നമുക്ക് ചുറ്റും എത്രയെത്ര അസംഘടിത സംഘങ്ങളുണ്ട്, പാവങ്ങൾ, സാധുക്കൾ. ഇതെന്താണെന്നറിയാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലുള്ള മൂവ്മെന്റുകളിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട്, വൈകാരികമായ ഊർജം സ്വീകരിച്ചുകൊണ്ട് മതമെന്ന അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന കുറെ മനുഷ്യർ. എത്ര ദുരന്തമാണ് അവരുടെ ജീവിതം. മതം എന്ന അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന കുറെ ദുരന്ത ജീവിതങ്ങൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ തമാശക്ക് പറയാറുണ്ടല്ലോ, പള്ളിയിൽ മലയാളത്തിലാണ് ഖുത്ബ എന്ന് കേട്ടപ്പോ അല്ലേ, കുറെ ആളുകൾ ഓടി വന്നു. അപ്പൊ ഓടി വന്നപ്പോ ഖുത്ബ അറബി തന്നെയാണ് വന്നത്. അറബി തന്നെയാട്ടോ ഖുത്ബ, നമ്മൾ തിരിച്ചു പോവല്ലേ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയി എന്ന് തമാശ പറയാറുണ്ട് അല്ലേ? ആ തമാശ പറയുന്നത് എന്തിനാ? ആ തമാശ വിധേയികൾ രൂപപ്പെടുത്തിയ ഒരു തമാശയാണ്. എന്തിനാണ് ഇത് പറയുന്നത്? അത് പറയുന്നത് കുറെ മനുഷ്യർ അപ്പോഴും ഈ പറയുന്ന വൈജ്ഞാനിക ജാഗരണം ഉണ്ടായ സമയത്ത് പോലും ഇതൊന്നും അറിയാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. സത്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഈ സംഘങ്ങൾക്കിടയിലാണ് ഈ കാവൽ സംഘങ്ങളുള്ളത് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. അവർക്ക് നിങ്ങൾക്ക് ജമാഅത്ത് ആയിക്കോട്ടെ ആവാം, പ്രശ്നമല്ല. നിങ്ങൾ സുന്നിയാണോ, സുന്നി ആയിക്കോ, പ്രശ്നമല്ല, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആവാം. നിങ്ങൾ മുജാഹിദ് ആവണോ, ആയിക്കോ, മുജാഹിദ് ആവാം, എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. നിങ്ങൾ മുസ്ലിം ആയാൽ മതി, ഇതിലേതുമാവാം. അതെങ്ങനെയാണ് സാധ്യമാവുക? ഒരേ സമയം പകലും രാത്രി ഉണ്ടാവുക എങ്ങനെയാണ്? നമ്മൾ പറയുന്നത്, നമ്മൾ സുന്നി എന്ന് പറയുന്നത്, അഹ്ലു സുന്ന എന്ന് പറയുന്നത്, ഇനി ഏറ്റവും അവസാനം നമ്മൾ ഈ സംഘടന എന്ന് പറയുന്നത് പോലും, സമസ്ത എന്ന സംവിധാനം എന്ന് പറയുന്നത് പോലും സംഘടനയല്ലല്ലോ, അതൊരാശയമാണ്. ഒരേ സമയത്ത് ഒരാൾക്ക് ഒരു സമസ്തക്കാരനും മുജാഹിദുകാരനും ആവാൻ പറ്റുമോ? അതെങ്ങനെയാണ് സാധ്യമാവുക? ഒരേ സമയത്ത് ഒരാൾ പറയുകയാണ് ഞാൻ CPM കാരനാണ്, എന്നാൽ കോൺഗ്രസ്സുകാരനുമാണ്. ഞാൻ CPM കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്. അതെങ്ങനെയാണ് സാധ്യമാവുക? അത് അസാധ്യമാണ് എങ്കിൽ അതേപോലെ അസാധ്യമാണ് തെളിച്ചവും ഇരുട്ടും ഒന്നിച്ചു വരിക. അപ്പോൾ പിന്നെ മതമായി തന്നെ പറയണം. അതിനു പകരം മതമേതോ ആവട്ടെ, നിങ്ങളുടെ വിശ്വാസം എന്തോ ആവട്ടെ, നിങ്ങളുടെ കർമ്മങ്ങൾ എന്തോ ആവട്ടെ, നിങ്ങൾ ഈ മതത്തിന് കാവൽ നിൽക്കണം. ഈ മതത്തിന് പുറത്തു നിന്ന് ആരെങ്കിലും നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ചണ്ട കൂടണം അല്ലേ? അതാണ് മതത്തിന് കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ. അതിർത്തിയിൽ കാവൽ നിൽക്കുക. കൈ നിങ്ങൾ എവിടെ കെട്ടിയാൽ എന്താ, ഒന്നും പ്രശ്നമല്ല, കൈ ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രശ്നം. കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര വൈകാരികത ഉണ്ടാവും. ശരിയാണല്ലോ പറയുന്നത് അല്ലേ? കൈ ഇവിടെ കെട്ടണോ അവിടെ കെട്ടണോ എന്നൊക്കെയുള്ള പിന്നല്ലേ കൈ ഉണ്ടാവണ്ടേ കെട്ടാൻ. അപ്പൊ നമുക്കിങ്ങനെ ഒരു വൈകാരികത ഉണ്ടാവണം. ഈ കൈ കെട്ടുക എന്നത് തന്നെയാണ് ഇസ്ലാം. കൈ ഇല്ലെങ്കിൽ കെട്ടണ്ടല്ലോ. കൈയുള്ള കാലത്ത് കൈ കെട്ടുക എന്നത് തന്നെയാണ് ഇസ്ലാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടുള്ള അതിനപ്പുറത്തേക്കുള്ള വൈകാരികത മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതല്ലാതെ ഈ മതത്തിന്റെ ആശയങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ സൗന്ദര്യമുള്ള ഇസ്ലാമിന്റെ ആന്തരിക സൗന്ദര്യത്തെ, ഇതിന്റെ അന്തസത്തെ മുഴുവൻ കളഞ്ഞുകുളിച്ച് കേവലം ഒരു നാമധാരിയായ മുസ്ലിമായി ജീവിക്കുകയും ഈ മതത്തെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ, ഈ മതവിശ്വാസികളെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കി ജീവിക്കുകയും ചെയ്യുന്നവർ ഹതഭാഗ്യവാന്മാരായ ദുരന്തങ്ങളാണ്. അവരെ കൂടി നമ്മൾ തിരിച്ചറിയണം. എന്തിനാ തിരിച്ചറിയുന്നത്? ഇവരെയൊക്കെ എതിർത്ത് ഇവരെയൊക്കെ ടൗണിൽ പോയി പ്രസംഗിച്ച് തോൽപ്പിക്കാനൊന്നല്ല. ഈ പാവം മനുഷ്യരെ കൂടി ഹിദായത്തിലേക്ക് നയിക്കണം. അതാണ് നമ്മൾ ദൗത്യത്തിന്റെ സഞ്ചാരം. അതാണ് യഥാർത്ഥത്തിൽ സഞ്ചാരത്തിന്റെ ലക്ഷ്യം, യാത്രകളുടെ ലക്ഷ്യം. നമ്മൾ യാത്ര പോയിക്കൊണ്ടേയിരിക്കണം. നമ്മളെ ചുറ്റുമുള്ള നാടുകളിലേക്ക്, ചുറ്റുമുള്ള മനുഷ്യരിലേക്ക്, നമുക്കുള്ളിലേക്ക് തന്നെയും നമ്മെ പ്രലോഭിപ്പിക്കുന്ന അനേകം വിചാരങ്ങൾക്കെതിരെ, കാഴ്ചകൾക്കെതിരെയുള്ള പ്രതിരോധവും പോരാട്ടവും സാധ്യമാവണമെങ്കിൽ നമ്മൾ വൈജ്ഞാനിക സഞ്ചാരം നടത്തണം. നന്നായി പഠിക്കണം. ഇവിടെയുള്ള മുതല്ലിമുകൾ നമ്മൾ നന്നായി പഠിക്കണം. നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് സംശയങ്ങൾ ചോദിച്ച് പഠിക്കണം, വായിക്കണം നന്നായി. വിവിധ സംഘങ്ങളെക്കുറിച്ച്, സംഘടനകളെക്കുറിച്ച്, പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, ആശയ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കണം. ഗുരുസന്നിധിയിൽ നിന്ന് പഠിക്കണം. ഒറ്റക്ക് പഠിക്കാൻ പോവരുത്. ഒറ്റക്ക് പഠിക്കാൻ പോയാൽ ചെന്നായ പിടിക്കുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റപ്പെട്ട് നടന്നാൽ ചെന്നായ പിടിക്കുമെന്നാണ് ആ ആശയത്തിൽ നിന്നുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് ആശയത്തിന്റെ തെളിച്ചമുള്ള,
വ്യക്തതയുള്ള, പാണ്ഡിത്യമുള്ള, നമുക്കങ്ങനെ അങ്ങനെ വെളിച്ചം പകരാൻ കഴിയുന്ന വലിയ വിളക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിളക്കുകളിൽ നിന്ന് ഊർജം സ്വീകരിച്ച് നാളെയുടെ പ്രബോധക സംഘമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.